ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. പ്രഭാത വചനത്തിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഞായറാഴ്ചയുടെ പ്രത്യേകത എന്നത് പുതുഞായർ, കെംതിയ പെരുന്നാളിന് ശേഷം ഒന്നാം നായർ, മാർത്തോമാ ശ്ലീഹായുടെ ഞായർ, മാർ ഗ്രിഗോറിയോസ് അബ്ദൽ ജലീൽ ബാബയുടെ 354-ാം ഓർമ്മ, വടക്കൻ പറവൂർ പള്ളി. ഇന്ന് നാം എവൻഗലിയോൻ മേശയിൽ വായിച്ചു കേൾക്കുന്നതായ വേദഭാഗം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 29 വരെയുള്ള ഭാഗങ്ങൾ ആണ്. പുതുഞായറാഴ്ച, യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനവും ഒരു പുതിയ ലോകം ഉടലെടുത്തിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതായത് പാതാളസ്ഥിത മൃതർക്കും ജീവനോടിരിക്കുന്നവർക്കും രക്ഷ നൽകുന്ന പുതിയ ലോകം ആരംഭിച്ചിരിക്കുന്നു. അതിനാൽ ഈ ഞായറാഴ്ച പുതുഞായറാഴ്ച അഥവാ ന്യൂ സൺഡേ എന്ന് അറിയപ്പെടുന്നു. ഇന്ന് നാം വായിച്ചു കേട്ട ഏവൻഗലിയോൻ ഭാഗം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 20-ാം അധ്യായം 19 മുതൽ 29 വരെയുള്ള ഭാഗമാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് 4 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത്, യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം ദൈവശക്തിയുടെ വെളിപ്പെടുത്തലാണ് എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാകും. 1 രാജാക്കന്മാർ 18-37-38 നമ്മൾ നോക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, ഏലിയ പ്രവാചകൻ കർമ്മേൽ മലയിൽ യഹോവയെ അറിയാതിരുന്ന ജനത്തിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് യഹോവയെ എനിക്ക് ഉത്തരം അറിയണമേ എന്ന് അപേക്ഷിച്ചപ്പോൾ യഹോവയുടെ തീ ഇറങ്ങി ഏലിയാവിൻ്റെ ബലിയെ കൈക്കൊള്ളുന്നതായി നാം ഇവിടെ കാണുന്നു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 5 മുതൽ 12 വരെയുള്ള വേദഭാഗം നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയവന് മുമ്പ് ഞാൻ നിന്നെ അറിയുന്നു, നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, എൻ്റെ വചനം നിവർത്തിക്കേണ്ടതിന് ഞാൻ ജാഗരിച്ചുകൊള്ളും എന്ന് പറഞ്ഞിരിക്കുന്നു. മഹത്വമുള്ളവനായ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 10, 11, 13 ഈ ഭാഗങ്ങൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ഇതാ യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു, അവൻ്റെ ഭുജം അവന് വേണ്ടി ഭരണം ചെയ്യുന്നു. യഹോവയുടെ മനസ്സ് ആരാഞ്ഞറിയുകയോ അവന് മന്ത്രിയായി അവനെ ഗ്രഹിക്കുകയോ ചെയ്യുന്നവൻ ആർ? യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം സകല മഹത്വത്തോടും കൂടെ സർവ്വജാതികളെയും കർത്താവിൻ്റെ രക്ഷയ്ക്കായി ആനയിക്കുന്നതായ ദൈവശക്തിയുടെ വെളിപ്പെടുത്തലായിരുന്നു. ഈ സത്യം കർത്താവ് ശിഷ്യന്മാരെ അറിയിക്കുന്നു. വാതിലുകൾ അടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. വാതിലുകൾ അടച്ചിരിക്കെ അകത്ത് പ്രവേശിക്കുവാൻ കഴിയുന്നതാണ് പുനരുത്ഥാനത്തിൽ രൂപാന്തരപ്പെടുന്ന ശരീരം. രണ്ടാമത്തെ പോയിന്റ്, പുനരുത്ഥാനം ചെയ്ത കർത്താവ് ശിഷ്യന്മാരെ ഭരമേൽപ്പിച്ച ദിവ്യ നിയോഗം. യേശു തമ്പുരാൻ ശിഷ്യന്മാരുടെ മേൽ ഊതി അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ, ആരുടെ പാപങ്ങൾ നിങ്ങൾ മോചിപ്പിക്കുന്നുവോ അത് അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ നിയോഗം പിതാവ് പുത്രനെ ഭരമേൽപ്പിച്ച ദൗത്യ നിർവഹണത്തിലുള്ള പങ്കാളിത്തമായിരുന്നു. ശിഷ്യന്മാർക്ക് പൗരോഹിത്യ നൽവരം നൽകുന്നതിനായി നാം ഇവിടെ കാണുന്നു. മൂന്നാമത്തെ പോയിന്റ്, യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള ബോധ്യം ശിഷ്യന്മാരുടെ ദൗത്യ നിർവഹണത്തിൻ്റെ അടിത്തറയായി തീർന്നു എന്നതാണ്. ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ അവനോടുകൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ അവൻ്റെ കഷ്ടാനുഭവത്തെങ്കിലും മരണത്തെങ്കിലും പതറിപ്പോയിരുന്നുവെങ്കിലും അവരെ ഭരമേൽപ്പിച്ച ദൗത്യം ദൈവാശ്രയത്തോടെ നിറവേറ്റുന്ന കാഴ്ച നാം ഇവിടെ കാണുന്നു. ഇതിന് ശിഷ്യന്മാരെ പ്രേരിപ്പിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ആ വലിയ ഘടകം എന്ന് പറയുന്നത് യേശു മരണത്തെ ജയിച്ചു പുനരുത്ഥാനം ചെയ്തിരിക്കുന്നു എന്ന വസ്തുത ആണ് എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാൻ സാധിക്കും. 4-ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മാർത്തോമാ ശ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനമാണ് നാം ഇവിടെ കാണുന്നത്. വിശുദ്ധ തോമാ ശ്ലീഹ യേശു അവരെ സന്ദർശിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. ശിഷ്യന്മാർ യേശുവിനെ കണ്ടു എങ്കിലും തോമാ ശ്ലീഹ കർത്താവിൻ്റെ ആണിപ്പാടുകളും വിലാപ്പുറവും കാണാതെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. 8 ദിവസം കഴിഞ്ഞ് യേശു വീണ്ടും പ്രത്യക്ഷനാകുകയും തൻ്റെ കൈകളും വിലാവും തോമാ ശ്ലീഹയെ കാണിക്കുകയും ചെയ്തു. ആ അവസരത്തിൽ തോമാ ശ്ലീഹ പറഞ്ഞത്, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ എന്നാണ്. വിശ്വാസത്തിന് ജന്മം കൊടുത്ത സംശയം എന്നാണ് തോമാ ശ്ലീഹയുടെ സംശയത്തെപ്പറ്റി പരാമർശിക്കുന്നത്. ആ വിശ്വാസമാണ് തോമാ ശ്ലീഹ മറ്റു സ്ത്രീയന്മാരിൽ നിന്നും വ്യത്യസ്തപ്പെടുന്നത്
എന്ന് നമുക്ക് എവർക്കും അറിയാം. കർത്താവിൻ്റെ വീണ്ടും വരവിനെ അനുസ്മരിക്കുന്ന വിശുദ്ധ കുർബാനയിലെ സന്ദർഭത്തിൽ വിശുദ്ധ കുർബാന പടിഞ്ഞാറോട്ട് എഴുന്നള്ളിക്കുമ്പോൾ നമ്മുടെ ആചാര്യ ശ്രേഷ്ഠന്മാർ ഏറ്റുപറയുന്ന വിശ്വാസ പ്രഖ്യാപനം വിശുദ്ധ തോമാസ് ശ്ലീഹ ഉച്ചരിച്ച അതേ വാക്യങ്ങൾ ആണ്. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവമായുള്ളവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. അതുപോലെ നമ്മുടെ ജീവിതത്തിലും അപ്രകാരം അവനെ വിളിച്ചുകൊണ്ടിരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.